സൂര്യയുടെ കറുപ്പ് കണ്ടു, ഒരു കോടതിയിലെ അഴിമതി കണ്ടു മടുത്ത ജനങ്ങളെ രക്ഷിക്കാനായിട്ട് ഒരു അവതാരം വരുന്നു. പിന്നെ ആ അവതാരത്തിന്റെ അപരാധങ്ങൾ. തുടക്കം കണ്ടപ്പോൾ ഇന്ദ്രൻസിന്റെയും മകളുടെയും ക്യാരക്ടറൊക്കെ വെച്ചിട്ട് ഒരു ഇമോഷണൽ രക്ഷകൻ ടൈപ്പ് പടമാണെന്നാണ് വിചാരിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ച ആ ബോട്ട് രക്ഷകനെങ്കിൽ രക്ഷകൻ. ഇനിയിപ്പോ തമിഴ്നാട്ടിൽ സ്ക്രീനിൽ വന്ന് രക്ഷിക്കാൻ സൂര്യയൊക്കെ മാത്രമല്ലേ ബാക്കിയുള്ളൂ. ഫസ്റ്റ് ഹാഫ് ഓക്കെ ഇഷ്യൂ ആയിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫിൽ പടം വൻ അപരാധമായിട്ട് മാറുകയാണ്. കാക്ക കാക്ക, അയൻ, ഏഴാം അറിവ്, ഇതൊക്കെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പടങ്ങളാണ്. എത്ര തവണ അതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തന്നെ അറിയത്തില്ല. അതൊക്കെ ചെയ്ത സൂര്യക്ക് ഇതുപോലെ ഒരു തല്ലിപ്പൊളി സ്ക്രിപ്റ്റ് വേണ്ടി വന്നല്ലോ കംബാക്ക് ആയിട്ട് എന്ന് തോന്നിപ്പോയി. മോശം സ്ക്രിപ്റ്റ്, മോശം കോൺഫ്ലിക്ട്, സ്ട്രോങ് അല്ലാത്ത വില്ലൻ, കാലാഹരണപ്പെട്ട കഥ. ഇനി ഫാന്റസി ആണ്, പിള്ളേർക്കുള്ള പടമാണെന്ന രീതിയിൽ കാണാമെന്ന് വെച്ചാൽ വയലൻസും ബ്രൂട്ടാലിറ്റിയും ഉണ്ട്. സോ അതുമല്ല. ഫാന്റസി ജോണർ ആണെങ്കിലും അതിനോടും നീതി പുലർത്താൻ പറ്റിയിട്ടില്ല. ഇമോഷൻസ് ഒന്നും പ്രോപ്പർ ആയിട്ട് വർക്ക് ആയിട്ടുമില്ല. അങ്ങനെ നെഗറ്റീവ്സ് പറഞ്ഞാൽ തീരില്ല. സൂര്യയുടെ ക്യാരക്ടർ ഇനി പറയുകയാണെങ്കിൽ സിംഗം പ്ലസ് ജയ് ഭീമിന്റെ ഫാന്റസി വേർഷൻ പ്ലസ് കാന്താരയുടെ സ്പൂഫ്, ഇതെല്ലാം കൂടെ മിക്സഡ് ആക്കിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു RJ ബാലാജി പറഞ്ഞു, അണ്ണാ ലാസ്റ്റ് അണ്ണന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഋഷഭ് ഷെട്ടിയുടെ വരെ കണ്ണുതള്ളു. ഇത്തവണത്തെ നാഷണൽ അവാർഡിന് പുള്ളിക്ക് ഒരു വൻ വെല്ലുവിളി തന്നെയായിരിക്കും അണ്ണന്റെ ഈ ക്യാരക്ടർ. അങ്ങനെയൊക്കെ പറഞ്ഞാവും കൺവിൻസ് ചെയ്യിപ്പിച്ചത്. RJ ബാലാജിയുടേത് വില്ലനാണോ കൊമേഡിയൻ ആണോ എന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഇടയ്ക്ക് തോന്നുന്ന ഒരു കഥാപാത്രമാണ്. ഒട്ടും സ്ട്രോങ് അല്ലാത്ത വില്ലൻ ക്യാരക്ടറാണ്. ഒട്ടും കൺവിൻസിങ് അല്ലാത്ത രീതിയിൽ തന്നെ ബാലാജി അത് അവതരിപ്പിച്ച് വെച്ചിട്ടുമുണ്ട്. കോർട്ടിൽ വന്നിട്ട് നടുവിൽ നിന്ന് മൂത്രമൊഴിക്കുന്ന ഒരു വില്ലൻ, എന്തൊക്കെ സീനാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലെ തൃഷയുടെ ക്യാരക്ടർ സ്ട്രേഞ്ചർ തിങ്സിന്റെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ആരാധികയാണെന്ന് തോന്നുന്നു. സ്ട്രേഞ്ചർ തിങ്സിലെ വെഗ്നയുടെ സീനൊക്കെ അതേപടി പടത്തിലൊരു സ്വപ്നമായിട്ട് കാണിച്ച് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പൊ കറുപ്പിനെ പോലെ വെഗ്ന ദൈവം അല്ലേ?